ഹായ് മക്കളെ, 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്താൻ പോവാണ്. റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? നമുക്കറിയാം, കോൺസെൻട്രേഷൻ ടേമുകൾ പറയാതെ നമുക്ക് ഈ ചാപ്റ്റർ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ കോൺസെൻട്രേഷൻ ടേമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ടേമുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മൊളാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മൊളാരിറ്റിയും മാസ് ബൈ മാസ് പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇത്രയും റിലേഷൻഷിപ്പുകൾ, ഇത്രയും ഇക്വേഷൻസ് നമുക്ക് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ, അഥവാ മാസിന്റെ ടേമിലാണെങ്കിൽ WB/MP ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. മാസിന്റെ ടേമിലേക്ക് നമ്മൾ വരുമ്പോൾ WB/MP ഇൻറ്റു 1000 ബൈ WA. എ എന്ന് പറയുന്നത് സോൾവെന്റിനെയും ബി എന്ന് പറയുന്നത് എപ്പോഴും സൊല്യൂട്ടുമാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഇനി പറയില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി മൊളാലിറ്റി കാണണം. മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ 1000 ഇൻറ്റു KB ഡിവൈഡഡ് ബൈ KA ഇൻറ്റു MA. റെഡി അല്ലേ? ആൻഡ് മൊളാരിറ്റിയും ഡെൻസിറ്റിയും തന്ന അതിൽ നിന്ന് മൊളാലിറ്റി കാണാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 1000 M ഡിവൈഡഡ് ബൈ 1000 D മൈനസ് M ഇൻറ്റു MB ആണ്. വേർ M ഈസ് ദ മൊളാരിറ്റി, MB ഈസ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, മാസ് ബൈ മാസ് പെർസെൻറ്റേജും ഡെൻസിറ്റിയും തന്നിട്ട് മൊളാരിറ്റി കാണാൻ പറഞ്ഞാൽ, കാരണം ഇതെല്ലാം ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരം ഇക്വേഷൻസ് എല്ലാം നമുക്ക് ആവശ്യം വരും. മനസ്സിലായോ? ഓക്കെ, സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ മൊളാരിറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ, ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്യുമ്പോഴും രണ്ട് സൊല്യൂഷനുകളെ മിക്സ് ചെയ്ത് ഒരു മിക്സർ ആക്കി മാറ്റുമ്പോഴുമൊക്കെ മൊളാരിറ്റിയിലും വോളിയത്തിലും തമ്മിലുള്ള ചേഞ്ചുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. സോ ഡൈലൂഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുക മൊളാരിറ്റി ആൻഡ് വോളിയം ബിഫോർ ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ആഫ്റ്റർ ഡൈലൂഷൻ ആണ്. മിക്സിംഗിന്റെ സമയത്ത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ ഫസ്റ്റ് സൊല്യൂഷൻ പ്ലസ് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ മിക്സർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ നിന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇവിടെ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് 2 മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് NaOH 1.28 grams per centimeter cube. അപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, കാണാം നിങ്ങൾക്ക് ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. മൊളാലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡെൻസിറ്റി തന്നിട്ട് മൊളാരിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു മൊളാരിറ്റി ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂസിനെ 1.67 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.67 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസിന്റെ സൊല്യൂബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയാം. അതായത് ഹെൻറീസ് ലോ ആണ് നമ്മൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്യാസിന്റെ പ്രഷർ കൂടുന്തോറും ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, ഗ്യാസിന്റെ പ്രഷർ കുറയും തോറും ഗ്യാസിന്റെ സൊല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സൊല്യൂബിലിറ്റിയെ നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് എടുക്കുകയാണെങ്കിൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു KB ആണ്, വേർ KH ഇസ് കോൾഡ് ആസ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, KBയെ നമുക്ക് വളരെ ഡൈലൂട്ടഡ് ആയ ഒരു സൊല്യൂഷന്റെ കേസിൽ KBയെ നമുക്ക് NB/NA എന്ന് എടുക്കാം. ദിസ് ഇസ് ഓൺലി ഇൻ കേസ് ഓഫ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. അതല്ലാത്ത കേസുകളിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഹെൻറീസ് ലോ വെച്ച് മോൾ ഫ്രാക്ഷന്റെ ടേമിൽ മാത്രമല്ല, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നമ്പർ ഓഫ് മോൾസിന്റെ ടേമിലും എന്ത് ചെയ്യാം, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൊല്യൂബിലിറ്റിയും KHഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. KH കൂടുന്തോറും സൊല്യൂബിലിറ്റി കുറയാണ് ചെയ്യാന്നുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹെൻറീസ് ലോയോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചൊരു ചോദ്യം കണ്ടോ നിങ്ങൾ? എന്താ ചോദ്യത്തിൽ പറയുന്നത്? സൊല്യൂബിലിറ്റി ഓഫ് നൈട്രജൻ ഇൻ വാട്ടർ. അപ്പൊ ഒരു ഗ്യാസ് ഇൻ വാട്ടർ ആണ്, 300 Kelvin ആൻഡ് 500 torr പാർഷ്യൽ പ്രഷർ. അപ്പൊ പ്രഷർ ഓഫ് ദ ഗ്യാസ് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? സൊല്യൂബിലിറ്റി 0.01 grams per liter ആണ്. സൊല്യൂബിലിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്താൽ, അപ്പൊ രണ്ട് പ്രഷറുകളുണ്ട്, ഇത് P1 ആയിട്ട് ഇത് P2 ആയിട്ട് നമ്മൾ എടുത്താൽ, P1ന്റെ സമയത്ത് ഉണ്ടാവുന്ന സൊല്യൂബിലിറ്റി S1 എന്ന് എടുത്താൽ P2വിന്റെ സമയത്ത് ഉണ്ടാവുന്ന സൊല്യൂബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താ, റിലേഷൻഷിപ്പ് എന്താ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഏതൊരു കുട്ടിക്കും അത് ആൻസർ ചെയ്യാൻ പറ്റും. പ്രഷറും സൊല്യൂബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് അപ്പൊ രണ്ട് സിറ്റുവേഷനിലെ പ്രഷറുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് ആ രണ്ട് സിറ്റുവേഷൻസിലെ സൊല്യൂബിലിറ്റികളുടെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. P1/P2 ഈസ് ഈക്വൽ ടു S1/S2 എന്ന് എടുക്കാം. അപ്പൊ അതിൽ P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്, S1 തന്നിട്ടുണ്ട്, S2 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ S2 ഈസ് ഈക്വൽ ടു 0.015 എന്ന് തന്നിരിക്കുന്ന വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഇടാത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റൗൾസ് ലോ ആണ്. അപ്പോൾ ഹെൻറീസ് ലോ കഴിഞ്ഞാൽ നമുക്കറിയാം, ഹെൻറീസ് ലോയുടെ
ഒരു സ്പെഷ്യൽ കേസ് ആണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോ നമ്മൾ എടുക്കുന്നത് ഒരു ലിക്വിഡിലുള്ള ഗ്യാസിന്റെ സൊല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ റൗൾസ് ലോ നമ്മൾ എടുക്കുന്നത് എന്തിനായിരുന്നു? ലിക്വിഡും ചേർന്ന് വരുന്ന സൊല്യൂഷനുകളിലാണ് നോർമലി നമ്മൾ റൗൾസ് ലോ നമ്മൾ എടുക്കാറുള്ളത്. അല്ലെങ്കിൽ റൗൾസ് ലോ അപ്ലിക്കബിൾ ആകുന്നത് വോളറ്റൈൽ കമ്പോണന്റുകൾക്ക് മാത്രമാണ്. അതായത് ഇവാപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പോണന്റുകളിൽ മാത്രമേ റൗൾസ് ലോ അപ്ലിക്കബിൾ ആവുള്ളൂ. എന്താ റൗൾസ് ലോയിൽ പറയുന്നത്? ഒരു എയും ബിയും രണ്ട് വോളറ്റൈൽ കമ്പോണന്റുകൾ ചേർന്ന ഒരു സൊല്യൂഷനിലെ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A ഇൻറ്റു കൈ എ ആയിരിക്കും. ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0B ഇൻറ്റു കൈ ബി ആയിരിക്കും. പി എയും പി ബിയും എയുടെയും ബിയുടെയും പാർഷ്യൽ വേപ്പർ പ്രഷറുകളാണെങ്കിൽ P0Aയും P0Bയും ആ രണ്ടുപേരുടെയും പ്യുവർ ഫോമിലുള്ള വേപ്പർ പ്രഷറുകളാണ്. എ മാത്രമുള്ളപ്പോൾ എ കാണിക്കുന്ന വേപ്പർ പ്രഷറാണ് P0A, ബി മാത്രമുള്ളപ്പോൾ ബി കാണിക്കുന്ന വേപ്പർ പ്രഷറാണ് P0B. പി എ എന്ന് പറയുന്നത് എയും ബിയും മിക്സ് ആയതിനു ശേഷമുള്ള വേപ്പർ പ്രഷറാണ്. പി ബി എന്ന് പറയുന്നതും ആ മിക്സ്ചറിലുള്ള വേപ്പർ പ്രഷറാണ്. കൈ എയും കൈ ബിയും നിങ്ങൾക്കറിയാം മോൾ ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡാൾട്ടൺസ് ലോ അനുസരിച്ച് പി ടോട്ടൽ ഓഫ് ദ മിക്സ്ചർ ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി ആയിരിക്കും. റൗൾസ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റൗൾസ് ലോയുടെ ബേസിസിൽ സൊല്യൂഷനുകളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് ഐഡിയൽ സൊല്യൂഷൻസ്, രണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. എല്ലാ സിറ്റുവേഷനുകളിലും എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചറിലും റൗൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷനുകളെയാണ് ഐഡിയൽ സൊല്യൂഷനുകൾ എന്ന് പറയുക. ഒരു ഐഡിയൽ സൊല്യൂഷനിലെ എല്ലാ തരം ഇന്ററാക്ഷൻസും എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷനും എല്ലാം ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഹെപ്റ്റൈനും എക്സൈനും ബെൻസീനും ചുളുവിനും ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഒക്കെ ചേർന്ന് വരുന്ന സൊല്യൂഷൻസ് ഐഡിയൽ ആണ്. കാരണം ഏകദേശം ഒരേ തരം മോളിക്യൂളുകളാണ് ഇതിലെല്ലാം കമ്പോണന്റ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ്. അതേസമയം റൗൾസ് ലോ അനുസരിക്കാത്ത, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷനുകളെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് വിളിക്കുക. അവിടെ റൗൾസ് ലോ അനുസരിക്കില്ല എന്ന് മാത്രമല്ല, ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് 0 ആയിരിക്കില്ല, ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് 0 ആയിരിക്കില്ല. ഈ റൗൾസ് ലോ അനുസരിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ അതിൽ നിന്ന് പോസിറ്റീവായൊരു ഡീവിയേഷൻ കാണിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നെഗറ്റീവായൊരു ഡീവിയേഷൻ കാണിക്കാം. അല്ലേടാ മക്കളെ? അങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിലോ നേരെ തിരിച്ചായിരിക്കും. എ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. മനസ്സിലായില്ലേ? എക്സാമ്പിളുകൾ ഓർത്തു വെക്കുക. അസറ്റോണും കാർബൺ ഡൈ സൾഫൈഡും അസറ്റോണും എത്തനോളും ക്ലോറോഫോമും എത്തനോളും വരുന്ന മിക്സ്ചറുകളെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ എപ്പോഴും എത്തനോളിന്റെ പ്രസൻസ് കണ്ടാൽ ഭൂരിഭാഗവും പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ അസറ്റോണും ക്ലോറോഫോമും വെള്ളവും നൈട്രിക് ആസിഡും വെള്ളവും ഹൈഡ്രോക്ലോറിക് ആസിഡും വരുന്ന മിക്സ്ചറുകളെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ നോർമലി വെള്ളവും ആസിഡും ചേർന്ന് വരുന്ന മിക്സ്ചറുകൾ നോർമലി നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്നുള്ള കാര്യം മറക്കണ്ട. ഇനി എന്തൊക്കെ മറന്നാലും അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ആണ് എന്ന് ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. റെഡി അല്ലേ? അപ്പൊ റൗൾസിൽ നമ്മൾ പഠിച്ചു, അതിൽ നിന്നുള്ള ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താന്ന് പറഞ്ഞു. അത് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം നോക്കൂ. ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. അപ്പൊ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പി ടോട്ടൽ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? 45 ഡിഗ്രി സെൽഷ്യസ് വിത്ത് ബെൻസീൻ ഒക്ടെയിൻ. ബെൻസീനും ഒക്ടെയിനും 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ 3 മോൾ ബെൻസീൻ ഉണ്ടെങ്കിൽ 2 മോൾ ഒക്ടെയിൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേ ടെമ്പറേച്ചറിൽ ബെൻസീന്റെയും ഒക്ടെയിന്റെയും പ്യുവർ ഫോമിലുള്ള വേപ്പർ പ്രഷറുകൾ തന്നിട്ടുണ്ട്. അപ്പൊ P0Aയും നമുക്ക് തന്നിട്ടുണ്ട്, P0Bയും നമുക്ക് തന്നിട്ടുണ്ട്. സോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 336 mm മെർക്കുറി എന്ന ആൻസർ കിട്ടും. സെയിം, സിമ്പിൾ ആണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മിക്സ്ചർ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എത്തനോൾ വരുന്ന മിക്സ്ചറുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അവർ നോർമലി പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കാന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെടാ മക്കളെ. നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അല്ലെ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണമാണ്. ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കണമെങ്കിൽ സൊല്യൂഷൻ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, അതിൽ സൊല്യൂട്ട് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിരിക്കണം. രണ്ടാമത്തേത്, അതൊരു വളരെ ഡൈല്യൂട്ടഡ് ആയ സൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. 3, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. 4, ഓസ്മോട്ടിക് പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ അതിന്റെ വേപ്പർ പ്രഷർ കുറയും. ആ വേപ്പർ പ്രഷറിൽ ഉണ്ടാവുന്ന കുറവ് വിത്ത് റെസ്പെക്ട് ടു ദി വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റിനെയാണ്
റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുക P0A മൈനസ് PA ബൈ P0A, വേർ P0A ഇസ് ദ പ്യൂർ ഫോമിലുള്ള വേപ്പർ പ്രഷർ, PA എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ അല്ലെ. ഇതിനെ നമ്മൾ വിളിക്കുക ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ്. ഡെൽറ്റ പി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിനെ P0A കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് റിലേറ്റീവ് ലോവറിംഗ് ആവുക. ഇറ്റ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു WB ബൈ MP ഇൻറ്റു MA ബൈ WA. റെഡി അല്ലേ? വേർ I ഈസ് വാൻ ഹോഫ് ഫാക്ടർ. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ്. ആരുടെ ബോയിലിംഗ് പോയിന്റ് ആ കൂടുന്നത്? ഒരു സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. എപ്പോഴാണ് കൂടുന്നത്? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് കൂടുന്നത്? വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ട്. അപ്പൊ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു മൊളാലിറ്റി എന്ന് എഴുതാം. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1000 ഇൻറ്റു KB ഇൻറ്റു WB ബൈ MP ഇൻറ്റു WA. KB എന്ന് പറയുന്നതിനെ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഡെൽറ്റ TF ഇസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് കുറയാണ്. ആരുടെയാ? ഒരു സോൾവെന്റിന്റെ. എപ്പോഴാ? അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് കുറയുന്നത്? വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ട്. ഇറ്റ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു മൊളാലിറ്റി, ഓർ ഇൻ ടേംസ് ഓഫ് മാസ് I ഇൻറ്റു 1000 ഇൻറ്റു KF ഇൻറ്റു WB ബൈ MP ഇൻറ്റു WA, വെർ KF ഇസ് കോൾഡ് ആസ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്മോസിസ് നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ സൊല്യൂഷൻ സൈഡിൽ നിങ്ങൾ കൊടുക്കുന്ന മിനിമം എക്സസ് പ്രഷറിനെയാണ് എന്തിനു വേണ്ടി കൊടുക്കുന്ന പ്രഷറാ? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യാനായി സൊല്യൂഷൻ സൈഡിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുക. പൈ അതെങ്ങനെ എഴുതുക? I ഇൻറ്റു CRT, or I ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ലിറ്റർ ഇൻറ്റു RT, or I ഇൻറ്റു 1000 WBRT by MP ഇൻറ്റു വോളിയം ഇൻ മില്ലിലിറ്റർ. C is the concentration, R is universal gas constant, T is the absolute temperature. ഇത്രയാണ് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. അതിൽ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലെ. എന്താ വാൻ ഹോഫ് ഫാക്ടർ? ഡിസോസിയേറ്റോ അസോസിയേറ്റോ ചെയ്യുന്ന ഒരു സൊല്യൂട്ട് ആണെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷനോ എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷനോ മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറയുന്നത് അല്ലെ. എങ്ങനെയാ കാണുക? ഒന്നുകിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ടേക്കൺ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യാം, അല്ലെങ്കിൽ അബ്നോർമൽ മോളാർ മാസ് ബൈ നോർമൽ മോളാർ മാസ് ചെയ്യാം. റെഡി അല്ലേ? ആണ്. അവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, ഡിസോസിയേഷൻ ആണ് നടക്കുന്നതെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 + n-1 ഇൻറ്റു ആൽഫയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. N എന്ന് പറയുന്നത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അയോൺസിന്റെ എണ്ണമാണ്. റെഡി അല്ലേ? ഓർ ഇവിടെ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു I-1 ബൈ n-1 എന്ന് നമുക്ക് എഴുതാം. ഇനി അസോസിയേഷൻ ആണ് നടക്കുന്നെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷനെ ബീറ്റ എന്നാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ I ഈസ് ഈക്വൽ ടു 1 + 1 ബൈ n-1 ഇൻറ്റു ബീറ്റ. N എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണമാണ്. അപ്പൊ ഡൈമറൈസ് ആണെങ്കിൽ n = 2, ട്രൈമറൈസ് ചെയ്യുകയാണെങ്കിൽ n = 3, അങ്ങനെ പോകും. ബീറ്റ ഇസ് എ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ആർ ബീറ്റ ഈസ് ഈക്വൽ ടു I-1 ഇൻറ്റു 1 ബൈ n-1 എന്ന് നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഫോമിലേക്ക് വരുന്നത്, ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഫോമിലേക്ക് വരുന്നത്. ഇതെല്ലാം അപ്ലിക്കബിൾ ആവുന്നത് പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പാർഷ്യലി അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സൊല്യൂട്ടുകളുടെ കേസിലാണ്. കംപ്ലീറ്റ് ആയും അസോസിയേറ്റോ കംപ്ലീറ്റ് ആയും ഡിസോസിയേറ്റോ ചെയ്യുന്ന സൊല്യൂട്ടുകളുടെ കേസിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് അവിടെ n വാല്യൂ എടുത്താൽ മതി, അല്ലെങ്കിൽ 1 ബൈ n വാല്യൂ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഒരു ചോദ്യം നോക്കൂ. അറ്റ് റൂം ടെമ്പറേച്ചർ എ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് യൂറിയ ഇസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 0.6 ഗ്രാം യൂറിയ. അപ്പൊ WB തന്നിട്ടുണ്ട്. ഇൻ 360 ഗ്രാം വാട്ടർ WA തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ വാട്ടർ അതായത് P0A തന്നിട്ടുണ്ട്. ആൻഡ് ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എത്രയാ? ഡെൽറ്റ പി ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആൾറെഡി നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. യൂറിയ ആയതുകൊണ്ട് തന്നെ I വാല്യൂ 1 ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം യൂറിയ, സൂക്രോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയ മോളിക്യൂളുകളൊന്നും എന്ത് ചെയ്യില്ല, ഡിസോസിയേറ്റോ അസോസിയേറ്റോ ചെയ്യില്ല. അവരുടെ I വാല്യൂ 1 ആണ്. റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഡെൽറ്റ പി ബൈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0.017 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 12.5 ഗ്രാം നോൺ ഇലക്ട്രോലൈറ്റ് സബ്സ്റ്റൻസ്. അപ്പൊ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം I വാല്യൂ ഈസ് ഈക്വൽ ടു 1. റെഡി അല്ലേ? 185 ഗ്രാം വാട്ടർ, 12.5 ഗ്രാം സൊല്യൂട്ട്. അപ്പൊ WB തന്നിട്ടുണ്ട്, WA തന്നിട്ടുണ്ട്, ആൻഡ് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ ഓഫ് 0.8, ഡെൽറ്റ TB തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, MB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. KB തന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഡെൽറ്റ TBയുടെ ഇക്വേഷൻ എടുക്കുക, അതിൽ നിന്ന് മോളിക്കുലാർ മാസിന്റെ ഇക്വേഷനിലേക്ക് മാറ്റുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. 44 grams per mole എന്ന ആൻസർ കിട്ടും. 44 grams per mole or 43.92 grams per mole എന്ന ആൻസർ കിട്ടും.
സോ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഫോക്കസിന്റെ ഏരിയകളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഞാൻ ഈ തന്നിരിക്കുന്ന മുഴുവൻ ഇക്വേഷൻസും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.